ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. എനിക്ക് നിങ്ങളുടെ അടുത്ത് പാസ് ചെയ്യാനുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളിൽ ചിലർ ഇപ്പോൾ ടയേർഡായിരിക്കാം, ഓവർവെൽമിങ് എനർജി ആയിരിക്കാം, ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഒക്കെ സഫർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ, വല്ലാത്തൊരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മൈൻഡ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടിയാണ് നിങ്ങളിത് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചില ആളുകൾക്ക് എല്ലാത്തിൽ നിന്നും ഒരു വിഡ്രോവൽ അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കണം, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതും കടന്നു പോവും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം റെസ്റ്റ് ആൻഡ് റിലാക്സ് ആണ്. സോ ഓർക്കുക, ഇപ്പോൾ അനുഭവിക്കുന്നത് താൽക്കാലികം മാത്രമാണ്. നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷനാണിപ്പോൾ. ഇതും കടന്നു പോകും. റൈറ്റ് പാത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു പാത എന്ന് പറയുന്നത് ഇപ്പോൾ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചില ആളുകൾക്ക് ചില കാര്യങ്ങളിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ടതുണ്ട്. ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷൻസ്, ആൾക്കാർ, നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർ, ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യം, ചില സ്ഥലങ്ങൾ, ജോലി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് തരുന്നുണ്ടെങ്കിൽ അത്തരം അവസ്ഥകളിൽ നിങ്ങൾ മാറി നിൽക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ആ ഒരു ഇന്നർ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഉള്ളിലെ നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നു, ഒരു എല്ലാത്തിൽ നിന്നും ഒരു സന്തോഷം, സമാധാനം ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നൊന്ന് വിഡ്രോ ചെയ്ത് ആ ഒരു കംഫർട്ട് സോൺ നിങ്ങളൊന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കംഫർട്ട് സോൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് പേടിയുണ്ടാവും, ചില ആളുകളെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ പേടിയെന്ന് പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായി പോവോ, ചില ജോലി സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില ജോലികളിൽ നിന്ന് റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത് പുതിയൊരു അവസ്ഥയിലേക്ക് മാറണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എനിക്കത് പുതിയൊരു അന്തരീക്ഷം കംഫർട്ടാവോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കംഫർട്ട് സോൺ നിങ്ങൾ മാറി നിൽക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പുതിയൊരു ലോകം അല്ലെങ്കിൽ പുതിയൊരു മെൻറ്റാലിറ്റിയിലേക്ക്, പുതിയൊരു വേൾഡിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ആക്ച്വലി ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് നിങ്ങളിപ്പം കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആ ഒരു ഷാഡോ സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില ബുദ്ധിമുട്ടുകൾ, സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുക, മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഹൃദയം എന്ത് പറയുന്നു, നിങ്ങളുടെ സോൾ എന്ത് പറയുന്നു, അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതുണ്ട്. ഹെവി എനർജി, ഈ ഹെവി എനർജി നിങ്ങൾക്കൊരു ബേർഡനായിട്ട് തോന്നുന്നുണ്ടാവും. സോ ഈ ഒരു ഹെവി എനർജിയിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിത്തത്തിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള കളികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലോർക്കാം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ആ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡ് നിങ്ങളെ പല പല കാര്യങ്ങളിലേക്ക് മാടി വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ, ഹെവി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓവർലോഡ് എടുക്കുന്നതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിലെ ഒരു ഇന്നർ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ക്രേസി ആയിട്ടുള്ള അല്ലെങ്കിൽ സംതിങ് ഫൺ, ചെറിയ ചെറിയ കുട്ടിത്തം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞുനാളിലെ കുട്ടിക്കളി അല്ലെങ്കിൽ കുട്ടിത്തം, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക, ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തരുന്നതാണ്. ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടാവാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലത് ഡിവൈൻ പ്രൊട്ടക്ഷനാണ്, ചിലത് ഡിവൈൻ പ്ലാനിങ് ആണ്. ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന കാര്യം ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല, അതിപ്പോഴും വെയിറ്റിങ്ങിലാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്താം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രീക്വൻസിക്ക് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സമയമെടുക്കും. അതിനാണ് ഈ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. ഓക്കെ, ചില ആളുകൾക്ക് എനിക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യം, ചില ആളുകൾക്ക് ചില വ്യക്തികളെ മിസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ സ്റ്റേ ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾക്കൊരു പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് തരുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തി നിങ്ങൾക്ക് യോജിച്ച വ്യക്തിയല്ല. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ വ്യക്തിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ. ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ
കർമ്മ റിലീസിങ് ആണ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത് അനുഭവിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും ഒരു സമർപ്പണം ചെയ്യാനുള്ളൊരു സമയമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ, ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരേണ്ടതുണ്ട്. നിങ്ങൾക്ക് പണത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തിൽ നിങ്ങൾ ക്യാഷിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ ജീവിച്ചതിന് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം ഇത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സിന് നന്ദി പറയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ പോലും അത് മാറി പുതിയൊരു ഗ്രോത്ത്, പുതിയൊരു ജോലി, ഫൈനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവാം, നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ പ്രതീക്ഷ കൈവെടിയരുത്. ചില ആളുകൾ ഈ ഒരു സിറ്റുവേഷൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് എടുക്കാൻ ശ്രമിക്കുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഓവർലോഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിച്ചേരും. ഇപ്പോൾ ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഹാപ്പി, ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ പാസ്റ്റിൽ ബുദ്ധിമുട്ടിച്ച ആൾക്കാരിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പുതിയ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ പുതിയ ഗോൾസ് കാര്യങ്ങളൊക്കെ മനസ്സിൽ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം പെർഫെക്റ്റ് ടൈമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റെപ്സ് എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. പുറകോട്ടേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാനുള്ള എനർജി നഷ്ടപ്പെടുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഫുൾ സറണ്ടർ